ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി എ സന്തോഷ് കുമാറിനെ നിയമിച്ചു. മുൻ ഗവൺമെന്റ് പ്ലീഡറായിരുന്നു സന്തോഷ് കുമാർ. കേസിൽ SFI നേതാവായ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഒത്തുകളിച്ച ഗീനാകുമാരിയെ നീക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഷപ്ന വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ചേർന്നുണ്ട്. ഷപ്ന, ഗുഡ് ഈവനിങ്. ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ദിനംപ്രതി അസാധാരണമായ നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി എ സന്തോഷ് കുമാറിനെ നിയമിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? നേരത്തെയും ഈ സർക്കാർ ഇപ്പം UDF സർക്കാരുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ച ഒരു പരിചയം കൂടി ഇദ്ദേഹത്തിനുണ്ടല്ലോ. ചെയ്തു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഒരുപക്ഷെ നാളെ തന്നെ അപ്പീൽ സമർപ്പിക്കാനാണ് സാധ്യത. ഇന്നിപ്പോൾ ഓൺലൈനായി സമർപ്പിക്കുകയും നാളെ അത് കോടതിയിൽ നമ്പർ ഇട്ട് വരികയും ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ അപ്പീലിൽ പ്രധാനമായും പറയുന്നത് പ്രോസിക്യൂട്ടറുടെ വീഴ്ച സർക്കാരും ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഇന്നലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസഫ് അലിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഈ കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചത്. ഈ ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ അപ്പീൽ നൽകുന്നത്. ഈ ജാമ്യം ലഭിച്ചപ്പോൾ പ്രോസിക്യൂട്ടർ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അല്ലെങ്കിൽ പോലീസ് പറഞ്ഞ റിപ്പോർട്ടല്ല പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിച്ചത് തുടങ്ങിയ ആക്ഷേപങ്ങൾ പോലീസ് ഉന്നയിച്ചിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഈ പ്രോസിക്യൂട്ടറെ മാറ്റിയിട്ട് സന്തോഷ് എന്ന മുൻ ഗവൺമെന്റ് ലീഡറായിരുന്ന പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തീരുമാനമായത്. വിചാരണ കോടതിയിലായിരിക്കും ഈ പുതിയ പ്രോസിക്യൂട്ടർ ഹാജരാകുക. ഹൈക്കോടതിയിൽ DGP തന്നെയായിരിക്കും ഹാജരാകുക. ഹൈക്കോടതിയിൽ ഒരുപക്ഷെ നാളെ തന്നെ അപ്പീൽ സമർപ്പിച്ച് അതിൽ ഈ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള ആവശ്യം ഉന്നയിക്കും. കൂടാതെ മറ്റ് കേസുകളും മറ്റ് ജാമ്യാപേക്ഷയും ഈ കേസിന്റെ വിചാരണ അടക്കം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരിക്കും കേസ് നടത്തുക. ശരി ഷപ്ന, ഓക്കെ.